നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധമേഖല വീണ്ടും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന ശക്തികളുടെ വാക്കുകൾ കൂടുതൽ പ്രാധാന്യം ആർജിക്കുകയാണ്. ഇറാനെതിരായ സംഘർഷം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾക്കിടയിൽ ഒരു നിർണായക പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇസ്രയേൽ തന്റെ ഉത്തരവുകൾ അനുസരിക്കുകയും വെടിനിർത്തലിൽ ഏർപ്പെടുകയും ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്. ഞാൻ പറയുന്നത് എന്തോ അതവർ ചെയ്യുമെന്ന് ട്രംപ് ടൈം മാസികയോട് പറഞ്ഞു. അവർ നല്ലൊരു ടീം പ്ലെയർ ആണ്. ഞാൻ നിർത്തുമ്പോൾ അവരും നിർത്തും. പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ നിർത്തുകയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് മറ്റു മാർഗങ്ങളില്ല. പക്ഷേ ഞാൻ നിർത്തുമ്പോൾ അവരും നിർത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. നെതന്യാഹുവുമായി കൂടിയാലോചിച്ച ശേഷമേ യുദ്ധം നിർത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കൂ എന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ യുഎസിൽ ട്രംപിനുള്ള ജനസമ്മതി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലേക്ക് ട്രംപ് കടന്നത്. എന്നാൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകാത്തതിനാൽ ഏത് രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള ചർച്ചയിലാണ് ട്രംപും ഉപദേഷ്ടാക്കളും എന്നാണ് യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിന്റെ പിന്തുണ ഇല്ലാതെ കാര്യമായ നീക്കങ്ങൾ നെതന്യാഹു നടത്താൻ സാധ്യതയില്ല എന്നൊരു ഇസ്രയേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ടൈം മാസിക തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇറാന് നേരെയുള്ള ആക്രമണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർന്നതിൽ ചില ഉദ്യോഗസ്ഥരോട് ട്രംപ് കോപാകുലനായി ഫെബ്രുവരി 27 ഒരു യോഗം വിളിച്ചതായും അവിടെ ഓപ്പറേഷൻ നിർത്തിവെച്ചതായി സൂചിപ്പിച്ചതായും പറയപ്പെടുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം വിശ്വസ്തരായ കുറച്ച് ഉദ്യോഗസ്ഥരെ തിരികെ വിളിക്കുകയും അന്ന് രാത്രി തന്നെ യുദ്ധത്തിന് തുടക്കം കുറിച്ച് ആദ്യ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയും ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരായ യുദ്ധത്തിന് ട്രംപിനെ നിരന്തരം പ്രേരിപ്പിച്ചത് നെതന്യാഹു ആണെന്നും വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് മാസികയിലുള്ള റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട്. അമേരിക്ക ഇസ്രയേൽ ബന്ധത്തിന്റെ ആഴവും തന്ത്രപരമായ ആശ്രയത്വവും ഇതിലൂടെ വീണ്ടും ചർച്ചയാവുകയാണ്. എന്നാൽ ഈ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടാണ്. സുരക്ഷാ വിഷയങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന നെതന്യാഹു ഇറാനെതിരെയുള്ള സൈനിക നടപടികളെ ദേശീയ സുരക്ഷയുടെ ഭാഗമായാണ് എപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന തീരുമാനം എളുപ്പത്തിൽ സ്വീകരിക്കുമോ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ പ്രത്യേകിച്ച് ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമാണ്. അതിനാൽ അമേരിക്കയുടെ നിർദ്ദേശം മാത്രമല്ല സ്വന്തം തന്ത്രപരമായ വിലയിരുത്തലുകളും നെതന്യാഹുവിന്റെ തീരുമാനങ്ങളിൽ നിർണായക പങ്കുവഹിക്കും. അതേസമയം അമേരിക്കയുമായുള്ള ശക്തമായ സഖ്യബന്ധം ഇസ്രയേലിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ പ്രസ്താവന യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വഴിയൊരുക്കുമോ അല്ലെങ്കിൽ അതൊരു നയതന്ത്ര സമ്മർദ്ദത്തിന്റെ ഭാഗമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ തീരുമാനവും അതിനെ അനുഗമിക്കുന്ന ഇസ്രയേലിന്റെ നീക്കങ്ങളും. ഇത് സമാധാനത്തിലേക്കുള്ള ഒരു പാതയാകുമോ അതോ പുതിയ സംഘർഷങ്ങൾക്ക് വാതിൽ തുറക്കുമോ എന്നുള്ള ചോദ്യങ്ങളിലേക്കുമാണ്.